നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജയനൊന്ന് വന്നേ. ഞാനിപ്പോ വരാമേ. ചന്ദ്രിക, മാധവേട്ട, ഇവര് നല്ല ചേർച്ചയുണ്ട്. മാത്രല്ല ഇവർക്ക് മാനസികമായ ഒരു അടുപ്പമുള്ളതായി എനിക്കൊരു ഫീലുണ്ടായി. അതുകൊണ്ട് ചോദിച്ചതാ. എന്താ മാധവേട്ടനൊന്നും പറയാത്തെ? അല്ല, അങ്ങനൊരു കൂടിച്ചേരൽ ഞങ്ങൾക്കും ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾ ആ കണ്ണുകൊണ്ട് ജഗനെ ഇതുവരെ കണ്ടിട്ടില്ല. ജഗൻ ഞങ്ങൾക്ക് മകനെ പോലെയാ. അങ്ങനെ കാണുന്നതാ ആരോഗ്യത്തിന് നല്ലത്. MLA കരുണാകരക്കുറുപ്പിന്റെ മകനാ ജഗൻ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചാലേ അത് അവസാനം തീക്കളിയാവും. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടന്നിട്ടുണ്ട് മാധവ. ഈ സ്ഥലത്തിന്റെ ആധാരം കൂടി വെച്ച് പൂജ നടത്തിയാൽ അത് വളരെ ഉത്തമമായിരിക്കും. ശിലാപൂജ കഴിയാൻ ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. അപ്പോഴേക്കും നിങ്ങൾ ആധാരം എത്തിച്ചാൽ മതി. ആ, ആയിക്കോട്ടെ. അതെന്തിനാ ആധാരം വെച്ച് പൂജിക്കുന്നത്? അതൊക്കെ പതിവുള്ള കാര്യമൊന്നും അല്ലല്ലോ. തൽക്കാലം ഇതൊക്കെ വെച്ചങ്ങ് പൂജിച്ചാൽ മതി. മനോജ്, ശാസ്ത്രവിധി പ്രകാരമുള്ള കാര്യങ്ങളാണ് പൂജാരി പറഞ്ഞത്. യാതൊരു വിഘ്നവും കൂടാതെ ഒരു വീട് പണിതുയർത്തുന്ന കാര്യം. ആധാര പൂജ കൂടെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അച്ഛമ്മേ, നീ എന്തിനാ തർക്കിക്കാൻ നിൽക്കുന്നത്? ആധാരം വീട്ടിൽ അച്ഛന്റെ പക്കലുണ്ടല്ലോ. അത് എടുത്തുകൊണ്ട് വരാൻ സമയമുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? ഈ സ്ഥലത്തിന്റെ അവകാശത്തെ ചൊല്ലി ചില തർക്കങ്ങളൊക്കെ ഉള്ളതാ. ശത്രുക്കളൊക്കെ കറങ്ങി നടക്കുക. അതുകൊണ്ട് ആധാരം കൊണ്ടുവരുന്നതുവരെയുള്ള കാര്യങ്ങളൊക്കെ നീട്ടണോ? ശാസ്ത്രവിധി പ്രകാരമുള്ള പൂജകളെല്ലാം കൃത്യമായിട്ട് നടന്നിരിക്കണം. എങ്കില് ഞാൻ വീട്ടിൽ പോയി ആധാരം എടുത്തുകൊണ്ട് ഉടനെ വരാം. മോളെ, എന്റെ മുറിയിലെ ഷെൽഫില് മുകളിലിരിപ്പുണ്ട്. മോള് പെട്ടെന്ന് പോയി എടുത്തിട്ട് വാ. ശരി അച്ഛാ. മോള് പൊയ്ക്കും. ഈശ്വര. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.